ബംഗാളിലെ കൊടും ക്രിമിനലും തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവും ബംഗാളിൽ കലാപമുണ്ടാക്കുകയും ചെയ്ത ഷാജഹാൻ ഷെയ്ഖ് അറസ്റ്റിലായി. ഇതുമായി ബന്ധപ്പെട്ട് പശ്ചിമ ബംഗാൾ ഗവർണർ CV ആനന്ദ് ബോസിന്റെ പ്രതികരണത്തിലേക്ക്. സ്ത്രീകളുടെ മാനത്തിന് വില പറഞ്ഞ സന്തോഷ് കരിയിൽ ഒരു കറുത്ത അധ്യായം അടഞ്ഞു. ഷെയ്ഖ് ഷാജഹാൻ എന്ന ഗുണ്ടാ തലവൻ അറസ്റ്റിലായി. 72 മണിക്കൂറിനകം ഇയാളെ അറസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ കാരണം കാണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെൻറ്റിന് നിർദ്ദേശം നൽകിയിരുന്നു. 72 മണിക്കൂറിനകം അയാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതൊരു തുടക്കം മാത്രമാണ്. അക്രമം ബംഗാളിൽ പല സ്ഥലങ്ങളിലുമുണ്ട്. അത് നിയന്ത്രിക്കാൻ ആളില്ല എന്ന നിലയിലാണ് കാര്യങ്ങളുടെ പോക്ക്. മുത്തശ്ശിമാർ പറയും പോലെ അറിയാത്ത പിള്ളയ്ക്ക് ചൊറിയുമ്പോൾ അറിയും എന്ന നില വന്നിരിക്കുകയാണ്. ഇനിയും ഗുണ്ടകളുണ്ട്. അവരാരെന്ന് എനിക്കറിയാം. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വേളയിൽ ഞാൻ പല ഗ്രാമങ്ങളിലും എത്തിയിരുന്നു. അവിടെ എല്ലാം ഏതൊക്കെ ഗുണ്ടയാണ് അവിടെ വാഴുന്നത് എന്നും ബോധ്യപ്പെട്ടിട്ടുണ്ട്. അവർക്ക് അവസരം നൽകിയാണ് ആയുധം വെച്ച് കീഴടങ്ങുക, സറണ്ടർ, വോളണ്ടറി സറണ്ടർ. അത് ചെയ്തില്ലെങ്കിൽ നിയമത്തിൻ്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് ഗുണ്ടകളെ ജയിലിനുള്ളിൽ ആക്കുക തന്നെ ചെയ്യും. ഇത് ഇറ്റ്സ് നോട്ട് എ പ്രോമിസ്, ഇറ്റ്സ് എ കമ്മിറ്റ്മെൻറ്റ്. അതിൻ്റെ കൂടെ ബംഗാളിലെ ജനത മുഴുവനുണ്ട് എന്ന് എനിക്ക് ആശ്വാസമുണ്ട്. നിശ്ചയമായും മുൻപോട്ട് വെച്ച കാൽ പിൻപോട്ടെടുക്കാൻ താല്പര്യപ്പെടുന്നില്ല. ജനങ്ങൾ കൂടെയുണ്ട്, ജനാവേശം കൂടെയുണ്ട്. സ്ത്രീകൾ അവരുടെ ആന്തരിക ശക്തി മനസ്സിലാക്കി കഴിഞ്ഞു. അതാണ് സന്തോഷ് കരിയിൽ നാം കണ്ടത്. നിശ്ചയമായും ബംഗാളിൻ്റെ മണ്ണിൽ നിന്ന് അക്രമം തൂത്തെറിയാനുള്ള പുറപ്പാടിന് തുടക്കമായിട്ട് ഞാനിതിനെ കാണുകയാണ്. ഇക്കഴിഞ്ഞ ദിവസമാണ് ബംഗാൾ ഗവർണർ CV ആനന്ദ് ബോസ് മുഖ്യമന്ത്രി മമതാ ബാനർജിക്കും അവരുടെ സർക്കാരിനും ഷാജഹാൻ ഷെയ്ഖിനെ 72 മണിക്കൂറിനുള്ളിൽ അറസ്റ്റ് ചെയ്യണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് അന്ത്യശാസനം നൽകിയത്. ഇതിന് പിന്നാലെയായിരുന്നു സന്ദേശ് ഖാലിയിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങൾക്ക് നേതൃത്വം നൽകിയ തൃണമൂൽ നേതാവ് ഷാജഹാൻ ഷെയ്ഖിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ ബംഗാൾ ഗവർണർ CV ആനന്ദ് ബോസിന് വൻ അഭിനന്ദന പ്രവാഹമാണ് ലഭിച്ചിരിക്കുന്നത്. 55 ദിവസത്തെ ഒളിവ് ജീവിതത്തിന് പിന്നാലെയാണ് ഷാജഹാൻ ഷെയ്ഖ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നതും. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് മുഖ്യമന്ത്രി മമതാ ബാനർജിക്കും അവരുടെ സർക്കാരിനും മേൽ ഷാജഹാൻ ഷെയ്ഖിനെ അറസ്റ്റ് ചെയ്യണമെന്ന സമ്മർദ്ദം അദ്ദേഹം ശക്തമാക്കിയത്. ലൈംഗിക അതിക്രമത്തിലും ഭൂമി കയ്യേറ്റ ആരോപണങ്ങളിലും മുഖ്യപ്രതിയായ ഷെയ്ഖ് ഷാജഹാനെ 72 മണിക്കൂറിനുള്ളിൽ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ സന്ദേശ് ഖാലിയിലേക്ക് താവളം മാറ്റുമെന്നായിരുന്നു ബംഗാൾ ഗവർണർ CV ആനന്ദ് ബോസ് പ്രഖ്യാപിച്ചത്. സംസ്ഥാന സർക്കാരിന് 72 മണിക്കൂർ സമയപരിധിയാണ് ഗവർണർ നൽകിയത്. ഇതിന് പിന്നാലെയായിരുന്നു അറസ്റ്റ് നടക്കുന്നത്. തുരങ്കത്തിന്റെ അറ്റത്ത് വെളിച്ചമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അതാണ് ജനാധിപത്യം. ഇതെല്ലാവർക്കും ഒരു പാഠമാണ്. ഇനി നിയമവാഴ്ചയുടെ ഒരു പുതിയ പ്രഭാതം ബംഗാളിൽ തിരിച്ചെത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് എന്നായിരുന്നു ആനന്ദ് ബോസിന്റെ വാക്കുകൾ. ലൈംഗിക അതിക്രമങ്ങൾക്കും ഭൂമി കയ്യേറ്റത്തിനും മുഖ്യപ്രതികളെ പിടികൂടുന്നതിൽ പരാജയപ്പെട്ടാൽ 72 മണിക്കൂറിനുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്നായിരുന്നു ഗവർണർ തിങ്കളാഴ്ച രാത്രി സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. അക്രമികൾ ഒരു കുട്ടിയെ അമ്മയിൽ നിന്ന് പിടിച്ചുവാങ്ങി വലിച്ചെറിഞ്ഞ സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനും ഗവർണർ സംസ്ഥാനത്തോട് നിർദ്ദേശിച്ചിരുന്നു. സുന്ദർബൻസിന്റെ പ്രാന്തപ്രദേശത്തുള്ള സന്ദേശ് ഖാലി ദ്വീപിൽ നിന്ന് 30 കിലോമീറ്റർ അകലെയുള്ള മിനാഖാനിലെ ഒരു വീട്ടിൽ നിന്നാണ് ഷെയ്ഖിനെ അറസ്റ്റ് ചെയ്തത്. അവിടെ അയാൾ ഏതാനും കൂട്ടാളികളോടൊപ്പം ഒളിച്ചിരിക്കുകയായിരുന്നു. ജനുവരി ആദ്യം തന്നെ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലും പ്രതിയായിരുന്നു ഷെയ്ഖ് ഷാജഹാൻ. സന്ദേശ് ഖാലിയിൽ നിന്നും നാടിന്റെ നാനാഭാഗത്തു നിന്നും നിരവധി പേരാണ് രാജ്ഭവനിൽ വിളിച്ച ഗവർണറുടെ ഈ ഇടപെടലിനെ പ്രശംസിക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്തത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.